ഹായ് ഹലോ വെൽക്കം ബാക്ക്. ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക കൊണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എന്നാൽ ചക്കയും കടലയും കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെ കുറച്ച് കടല, അതായത് ചുവന്ന കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടല നമ്മൾ നേരത്തെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ കുതിർത്ത് വെച്ച കടലയാണ് ഇത്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കടല വെള്ളത്തിലിട്ട് വെക്കണം. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചക്കയാണ്. പച്ച ചക്കയാണ് കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചക്കയും ഒരുപാടങ്ങ് അരഞ്ഞു പോകരുതേ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് കേട്ടോ. ഈ ഒരു ജീരകം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കുറച്ചധികം ആയാലും കുഴപ്പമില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കുഴച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളി കായപ്പൊടി കേട്ടോ. കായപ്പൊടിയും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കായപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കായപ്പൊടി ഇതിലേക്ക് ചേർക്കാനായിട്ട് നോക്കുക. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണഗതിയിൽ പരിപ്പ് വടക്കം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇത് ചെയ്തെടുക്കട്ടോ. അതേ ഷേപ്പിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷേപ്പാക്കിയെടുത്ത ഈ ഒരു സ്നാക്ക് ഇട്ടുകൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പോടിൻ്റെ അതേ ഷേപ്പിലും പരിപ്പോടിൻ്റെ അതേ ടേസ്റ്റ് വരട്ടെ നമ്മളിത് ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒരു വശം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഇത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ പൊടിഞ്ഞു പോകില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പരിപ്പുവട തിന്ന അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടായിരിക്കും. അപ്പോൾ ചക്ക കൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ.
അങ്ങനെ ദാ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് പെട്ടെന്ന് എണ്ണ പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആകുന്ന വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനിപ്പോൾ പേര് എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. പല വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ചക്കവട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്